നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടത്തിന്റെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മധ്യകേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന പിറവം എന്ന കോട്ട പിടിച്ചെടുക്കാൻ അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതെ, പിറവം പിടിക്കാൻ പടയൊരുക്കം തുടങ്ങിയോ? ഈയൊരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പിറവം കേൾക്കുമ്പോൾ ഒരു സാധാരണ മണ്ഡലമെന്ന് തോന്നാം, പക്ഷേ അങ്ങനെയല്ല. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊരു അഭിമാന പോരാട്ടത്തിന്റെ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഓരോ നീക്കത്തിനും വലിയ വിലയുണ്ട്. അപ്പോൾ ഈ പോരാട്ടത്തിലെ നിലവിലെ ചാമ്പ്യൻ ആരാണെന്ന് നോക്കാമല്ലേ? UDFന്റെ കരുത്തനായ പോരാളി അനൂപ് ജേക്കബ്. അനൂപ് ജേക്കബ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ശക്തമായൊരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. പിതാവ് TM ജേക്കബിന്റെ മരണശേഷം 2012 നടന്ന ബൈ ഇലക്ഷനിൽ ജയിച്ചത് മുതൽ പിറവം അനൂപിനൊപ്പമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും UDFന് ഇത് വെറുമൊരു സീറ്റല്ല, അവരുടെ ഒരു ഉറച്ച കോട്ടയാണ്. ഈ നമ്പർ ഒന്ന് നോക്കിക്കേ, 25,364. ഇതെന്താണെന്നറിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷമാണിത്. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ വലിപ്പം കാണിക്കാൻ ഈ ഒരൊറ്റ കണക്ക് മതി. ആ വമ്പൻ വിജയം ഈ ചാർട്ടിൽ വ്യക്തമായി കാണാം. കണ്ടില്ലേ? UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന് 85,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 60,000 വോട്ടുകളാണ് നേടാനായത്. അതായത് വളരെ ക്ലിയറായിട്ടുള്ള ഒരു ജനവിധിയായിരുന്നു അത്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ കോട്ട ഇനിയൊരിക്കലും തകരില്ലെന്ന്, അല്ലേ? എന്നാൽ അവിടെയാണ് കഥയിലെ ആ ട്വിസ്റ്റ്. ചരിത്രത്തിൽ ഒരിക്കൽ ഈ കോട്ട വീണിട്ടുണ്ട്. 2006-ൽ നടന്നത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പായിരുന്നില്ല, അതൊരു ചരിത്രപരമായ അട്ടിമറിയായിരുന്നു. UDFന്റെ അധികായനായിരുന്ന സാക്ഷാൽ TM ജേക്കബിനെയാണ് LDFന്റെ MJ ജേക്കബ് അന്ന് പരാജയപ്പെടുത്തിയത്. ഈ ടൈം ലൈൻ ആ കഥ കൃത്യമായിട്ട് പറയുന്നുണ്ട്. TM ജേക്കബിന്റെ ആധിപത്യം, പിന്നാലെ വന്ന അട്ടിമറി വിജയം, പിന്നെ അനൂപ് ജേക്കബിന്റെ തിരിച്ചുവരവ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പിറവം എന്ന കോട്ട അജയമായ ഒന്നല്ല. ആ ഒരു ചരിത്രം തന്നെയാണ് ഇന്നും LDFന് പ്രതീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കളി ശരിക്കും ചൂടുപിടിക്കുന്നത്. ചരിത്രം ആവർത്തിക്കാൻ ഇടതുമുന്നണി ഒരുങ്ങുമ്പോൾ ആരായിരിക്കും അവരുടെ അടുത്ത തുറുപ്പുചീട്ട്? ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥി നിർണയം അത്ര സ്മൂത്തായിരുന്നില്ല. സിന്ധുമോൾ ജേക്കബിന്റെ സ്ഥാനാർത്ഥിത്വം മുന്നണിക്കകത്ത് തന്നെ ചില വിവാദങ്ങളുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം ഇതാണ്: 2026-ൽ LDF ആരെ ഇറക്കും? കഴിഞ്ഞ തവണത്തെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് പുതിയൊരു സ്ട്രാറ്റജിയുമായാണോ അവർ വരുന്നത്? ഇപ്പോൾ LDFന് മുന്നിലുള്ളൊരു ഓപ്ഷനാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. കോൺഗ്രസ് വിട്ടുവന്ന നാട്ടുകാർക്ക് സുപരിചിതനായ മുൻ മുനിസിപ്പൽ ചെയർമാൻ സാബു കെ ജേക്കബിന്റെ പേരാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. അദ്ദേഹം അടുത്തിടെ ഒരു LDF പരിപാടിയിൽ പങ്കെടുത്തതും ഇതിന്റെ സൂചനയായിട്ടാണ് പലരും കാണുന്നത്. അദ്ദേഹത്തെ രംഗത്തിറക്കിയാൽ കളി മാറുമെന്നാണ് LDFന്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ 2026-ലെ ആ വലിയ പോരാട്ടത്തിനുള്ള കളമൊരുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. പ്രധാന കളിക്കാരും അവരുടെ തന്ത്രങ്ങളും ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ സീൻ. ഒരു വശത്ത് തന്റെ കോട്ട എന്തു വില കൊടുത്തും സംരക്ഷിക്കാൻ ഉറച്ച നിലവിലെ ചാമ്പ്യൻ, മറുവശത്ത് ആ കോട്ട തകർക്കാൻ പുതിയ തന്ത്രങ്ങളുമായി വരുന്ന വെല്ലുവിളിക്കുന്നയാൾ. പിറവമെന്ന ഈ പോർക്കളം ആ അന്തിമ വിധിക്കായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ നിർണായകമായ ചോദ്യത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിറവത്തിന്റെ ജനവിധി ആർക്കൊപ്പമാകും? UDF തങ്ങളുടെ കോട്ട സംരക്ഷിക്കുമോ, അതോ 2006-ലെ ചരിത്രം ആവർത്തിച്ച് ഇടതുമുന്നണി ഒരു അട്ടിമറി വിജയം നേടുമോ? കാത്തിരുന്ന് തന്നെ കാണാം.